ആനക്കൊമ്പ് കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികളായ 5 പേർ കോഴിക്കോട് കക്കോടിയിൽ പിടിയിൽ. കോഴിക്കോട് കക്കോടി പാലത്ത് നിന്നാണ് പിടിയിലായത്. താമരശ്ശേരി റേഞ്ചും ഫ്ലൈയിംഗ് സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം വനം ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവരങ്ങളുമായി മുബാറക് ചേരുന്നു. മുബാറക്, ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? ഇവർ മുൻപും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അഖില, ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിൽ സംഭവം. ഈ കോഴിക്കോട് കക്കോടി പാലത്തിന് സമീപത്തായിരുന്നു ഇത്തരത്തിൽ 5 പേരെ പിടികൂടിയത്. ഇവർ ഈ ആനക്കൊമ്പ് കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വലിയ കണ്ണികളാണെന്നാണ് പറയുന്നത്. ഈ തിരുവനന്തപുരം വനം ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പ്രദേശത്ത് പരിശോധന നടത്തിയത്. ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിശദമായി തന്നെ കാണുമെന്നുള്ളതാണ് പോലീസും പറഞ്ഞിട്ടുള്ളത്. ഇവർ ഈ സംസ്ഥാനത്താകെ വിവിധ കേസുകളിൽ പ്രതിയാണ്. ഈ ആനക്കൊമ്പ് കടത്തു കേസുകളുമായി ബന്ധപ്പെട്ട് ഈ 5 പേരെയാണ് നിലവിൽ പിടികൂടിയിട്ടിരിക്കുന്നത്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഈ ആനക്കൊമ്പ് കടത്ത് വ്യാപകമാകുന്നത് സംബന്ധിച്ചിട്ടാണ് തിരുവനന്തപുരം ഇന്റലിജൻസിന് ഒരു രഹസ്യ വിവരം കിട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് താമരശ്ശേരി റേഞ്ച് ഓഫീസും അതുപോലെ ഫ്ലൈയിംഗ് സ്ക്വാഡിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ സംയുക്തമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഒടുവിൽ കക്കോടി പാലത്തിന് സമീപത്ത് നിന്നും ഈ പ്രതികളെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചത്. അഖില, ശരി, മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.